ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ക്യാമിയോ റോൾസ്. ഒട്ടുമിക്ക എല്ലാ ഭാഷകളിലെ സിനിമകളിലും ക്യാമിയോ റോൾസിലും ഗസ്റ്റ് റോളായിട്ടും പല നടീനടന്മാരും വന്നു പോകാറുണ്ട്. പണ്ടത്തെ സിനിമകളിലായിരുന്നെങ്കിൽ ഇത്തരത്തിൽ പ്രധാന താരങ്ങൾ ക്യാമിയോ റോൾസിലും മറ്റും വരുന്നത് വളരെ വിരളമായിട്ടുള്ള കാര്യമായിരുന്നു. എന്നാൽ ഇന്നങ്ങനെയല്ല. ഒട്ടുമിക്ക ഭാഷകളിലെയും വമ്പൻ ഹൈപ്പിൽ വരുന്ന പല സിനിമകളിലും ഇത്തരത്തിലുള്ള പ്രധാന നടന്മാരെ ഇടയ്ക്ക് കൊണ്ടുവന്ന് പടം ബൂസ്റ്റ് ചെയ്യുന്നതായി നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് പല സിനിമാറ്റിക് യൂണിവേഴ്സുകൾ വരുമ്പോൾ ഒരു സിനിമയിലുണ്ടായിരുന്ന ഒരു പ്രധാന കഥാപാത്രത്തെ അടുത്തൊരു സിനിമയിലേക്ക് കൊണ്ടുവന്ന് പ്രേക്ഷകരുടെ കയ്യടി നേടിയെടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. മിക്ക സിനിമകളിലും ഈ ഒരു ക്യാരക്ടർ ആ സിനിമയിലേക്ക് വരുന്നത് കൊണ്ട് മാത്രമാകില്ല സിനിമ വിജയിക്കുന്നതും പ്രേക്ഷകർ ആ സിനിമ കാണാനായി പോകുന്നതും. പകരം സിനിമയിലെ മറ്റു പല ഘടകങ്ങളും സിനിമയിലെ പ്രധാന നായകനെ കാണാൻ കൂടി വേണ്ടിയായിരിക്കും. ഉദാഹരണത്തിന് നരസിംഹം എന്ന ചിത്രം എടുക്കുകയാണെങ്കിൽ ചിത്രത്തിൽ മമ്മൂട്ടി ഒരു പ്രധാന റോളിൽ എത്തുന്നുണ്ട്. മമ്മൂട്ടി വരുന്ന സീനുകളെല്ലാം തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുള്ളതുമാണ്. എന്നിരുന്നാലും മമ്മൂട്ടിയെ കാണാൻ വേണ്ടിയാണോ ആ ചിത്രത്തിനായി പ്രേക്ഷകർ ടിക്കറ്റ് എടുത്തത് എന്ന് ചോദിച്ചാൽ ഉറപ്പായും അല്ല. പകരം അതൊരു മോഹൻലാൽ ചിത്രമായതുകൊണ്ടും മോഹൻലാലിന്റെ ഒരു ആക്ഷൻ ചിത്രം കാണാൻ വേണ്ടിയാണ് പ്രേക്ഷകർ തിയേറ്ററിലേക്ക് പോയിരുന്നത്. ആ സമയം മോഹൻലാലിന്റെ ഒപ്പം മമ്മൂട്ടിയെ കൂടി ചിത്രത്തിലേക്ക് കാണുന്നത് പ്രേക്ഷകർക്ക് കിട്ടുന്ന ബോണസ് പോലെയാണ്. എന്നാൽ മറ്റു ചിത്രങ്ങളുടെ കാര്യം അങ്ങനെയല്ല. അത്തരം ചില ചിത്രങ്ങളിൽ ഇത്തരം ക്യാമിയോ റോളിൽ അല്ലെങ്കിൽ എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളിൽ വരുന്ന ആളുകളെ കാണാൻ വേണ്ടി മാത്രം പ്രേക്ഷകർ ടിക്കറ്റ് എടുക്കാറുണ്ട്. അത്തരം ആളുകൾ ഉള്ളത് കൊണ്ട് മാത്രം ചിത്രം വിജയിക്കുകയും ഇങ്ങനെ ക്യാമിയോ റോളിൽ വരുന്ന ആ സൂപ്പർ സ്റ്റാറുകളെയും മറ്റും ഉൾപ്പെടുത്തിക്കൊണ്ട് പോസ്റ്ററുകളും മറ്റും പുറത്തിറക്കി അതൊരു ബിസിനസ് തന്ത്രമാക്കി അവരെ കാണിച്ചുകൊണ്ട് ആൾക്കാരെ തിയേറ്ററിലേക്ക് കയറ്റാൻ പ്രൊഡ്യൂസേഴ്സും മറ്റും ശ്രമിക്കാറുമുണ്ട്. സോ ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നതും ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള നടനെയും മറ്റും ചിത്രത്തിൽ ഒരു വലിയ റോളോ അല്ലെങ്കിൽ വളരെ ചെറിയൊരു റോളോ കൊടുത്തുകൊണ്ട് ഉൾപ്പെടുത്തി ആ ഒരു പേരിൽ ആ നടന്റെ ചിത്രം വെച്ചുകൊണ്ട് പോസ്റ്ററുകളും ട്രെയിലറുകളും എല്ലാം പുറത്തിറക്കി അതിന്റെ പേരിൽ തിയേറ്ററിലേക്ക് ആളുകളെ കയറ്റാൻ നോക്കിയിട്ടുള്ള 9 ചിത്രങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയാനായി പോകുന്നത്. ആദ്യത്തേത് കൂതറ. 2014 ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്ത് പുറത്തു വന്ന ചിത്രമായിരുന്നു ഇത്. ഒരു കോളേജ് ക്യാമ്പസിന്റെ പശ്ചാത്തലം ഉൾപ്പെടുത്തി കഥ പറഞ്ഞു പോകുന്ന ചിത്രത്തിൽ അന്ന് യുവാക്കളായിരുന്ന ടൊവിനോ, ഭരത്, സണ്ണി വെയിൻ എന്നിവരെല്ലാമായിരുന്നു നായകന്മാരായി വന്നിരുന്നത്. അന്ന് വലിയ സ്റ്റാർ വാല്യൊന്നുമില്ലാത്ത ഇത്തരം യുവാക്കളെ ഉൾപ്പെടുത്തി ഒരു ചിത്രം വരുന്ന സമയത്ത് പ്രേക്ഷകർ അതിന് വലിയ ഹൈപ്പൊന്നും കൊടുക്കാൻ സാധ്യതയില്ല. എന്നിരുന്നാൽ പോലും ഈ ചിത്രത്തിൽ പ്രേക്ഷകർക്ക് കുറച്ച് പ്രതീക്ഷ കൂടുതലായിരുന്നു. കാരണം ചിത്രത്തിൽ മോഹൻലാൽ അഭിനയിക്കുന്നുണ്ട്, മോഹൻലാൽ ഒരു പ്രധാന റോളിൽ വരുന്നുണ്ട് എന്നുള്ള വാർത്തകൾ ചിത്രം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ പല മാസികകളിലൂടെയും മറ്റും പുറത്തു വന്നിരുന്നു. കൂടാതെ ചിത്രം ഇറങ്ങിയ സമയത്ത് പോസ്റ്ററുകളിലും മറ്റും നിറഞ്ഞു നിന്നിരുന്നതാകട്ടെ മോഹൻലാൽ മാത്രവും. കൂടാതെ മോഹൻലാലിന്റെ ആ ഒരു സിനിമയിലുള്ള ഗെറ്റപ്പും വളരെ വ്യത്യസ്തമായിരുന്നു. അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സിനിമാ പേരുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി വരുന്ന ഒരു പേരും. ഇതെല്ലാം കൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായ പേരുള്ള ഒരു സിനിമയിൽ വളരെ വ്യത്യസ്തമായ ഒരു ഗെറ്റപ്പിൽ ഉസ്താദ് അലി എന്ന ഒരു വള്ളക്കാരൻ ക്യാരക്ടറിൽ മോഹൻലാൽ വരുന്നുണ്ട് എന്നെല്ലാം അറിഞ്ഞ സമയത്ത് ഒരുപാട് പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ സിനിമയ്ക്കായി പോയിരുന്നത്. എന്നാൽ സിനിമ ഒരു ആവറേജ് അനുഭവം മാത്രമായിരിക്കും പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുണ്ടാവുക. സോ ഇത്തരത്തിൽ വലിയ സ്റ്റാർ വാല്യൂ ഒന്നുമില്ലാത്ത 3-4 നടന്മാരെ ഉൾപ്പെടുത്തി അന്നൊരു സിനിമ ഇറക്കുന്ന സമയത്ത് സിനിമയ്ക്ക് ആളെ കൂട്ടാൻ വേണ്ടി, തിയേറ്ററുകളിലേക്ക് ആളെ കയറ്റാൻ വേണ്ടി അതിലെ പ്രൊഡ്യൂസേഴ്സ് കണ്ടെത്തിയ ഒരു മാർഗമായിരിക്കും ഇത്തരത്തിൽ മോഹൻലാലിനെ ഒരു ക്യാമിയോ റോളിലേക്ക് കൊണ്ടുവരിക എന്നതും അതിലൂടെ മോഹൻലാലിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ പോസ്റ്ററുകളും മോഹൻലാൽ ചിത്രത്തിലുണ്ട് എന്നുള്ള വാർത്തകളെല്ലാം മാസികകളിലൂടെയും മറ്റും പുറത്തറിയിക്കാനായി ശ്രമിച്ചതും. രണ്ടാമത്തത് 18-ാം പടി. 2019 ശങ്കർ രാമകൃഷ്ണൻ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് പുറത്തു വന്ന ചിത്രമായിരുന്നു 18-ാം പടി. നേരത്തെ പറഞ്ഞ കൂതറ പോലെ തന്നെ ഇതും ഒരു ക്യാമ്പസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കഥ പറഞ്ഞിരുന്നത്. മൂറും ആർഷ, ചാന്ദിനി ബൈജുവുമെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്ന ഈ ചിത്രത്തിൽ ഒരുപാട് പ്രധാന താരങ്ങളുടെ ക്യാമിയോസ് ഉണ്ടായിരുന്നു. പൃഥ്വിരാജ് സുകുമാരൻ, ആര്യ, ഉണ്ണി മുകുന്ദൻ തുടങ്ങി ഒരുപിടി നല്ല താരങ്ങൾ ഈ ചിത്രത്തിൽ ഗസ്റ്റ് റോളിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഇതിനെക്കാട്ടിലുമെല്ലാം ഉപരി മമ്മൂട്ടി ജോൺ എബ്രഹാം പാലക്കൽ എന്നൊരു ക്യാരക്ടറിലൂടെ ഒരു ക്യാമിയോ റോളിൽ ചിത്രത്തിൽ വരുന്നുണ്ട് എന്നതായിരുന്നു ചിത്രത്തിന് ഹൈപ്പ് കൂട്ടിയിട്ടുള്ള പ്രധാന കാര്യം. ട്രെയിലറും മറ്റും പുറത്തിറങ്ങിയ സമയത്ത് മമ്മൂട്ടിയുടെ ആ ഒരു ഇൻട്രോ സീനും മമ്മൂട്ടിയുടെ ആ ഒരു വ്യത്യസ്തമായ വേഷമെല്ലാം പുറത്തു വന്നപ്പോൾ തന്നെ പ്രേക്ഷകർ അതെല്ലാം ഏറ്റെടുക്കുകയും മമ്മൂട്ടി സിനിമയിൽ വലിയൊരു റോൾ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലെല്ലാം തിയേറ്ററുകളിൽ പടം കാണാനായി ടിക്കറ്റ് എടുത്തിട്ടുമുണ്ട്. എന്നാൽ കൂതറ എന്ന ചിത്രത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു എബോ ആവറേജ് ചിത്രമെന്ന് മാത്രമേ ഇതിനെ പറയാനും സാധിക്കുകയുള്ളായിരുന്നു.
സോ കൂതറ എന്ന ചിത്രത്തിൽ അതിന്റെ നിർമ്മാതാക്കൾ കൊണ്ടുവന്നിട്ടുള്ള അതേ തന്ത്രം തന്നെയാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള വേഷത്തിലും മറ്റും മമ്മൂട്ടി എന്ന ആ ഒരു സൂപ്പർ താരത്തെ സിനിമയിലേക്ക് ഉൾപ്പെടുത്തുകയും ആ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ചിത്രവും മറ്റും ഉൾപ്പെടുത്തിയുള്ള പോസ്റ്ററുകളും ട്രെയിലറുകളും മറ്റും പുറത്തിറക്കി അതിലൂടെ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാനുമാണ് ഇതിന്റെ നിർമ്മാതാക്കളും ശ്രമിച്ചത്. 3 ബെസ്റ്റ് ഓഫ് ലക്ക്. 2010 എം.എ. നിഷാദ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത് പുറത്തു വന്നിട്ടുള്ള ഈ ചിത്രത്തിന് IMDbയിൽ ഇപ്പോൾ റേറ്റിംഗ് ആയി കാണിക്കുന്നത് 2.2 എന്നാണ്. അതായത് മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് ദി വേസ്റ്റ് കോമഡി ഫിലിമാണ് ഇതെന്ന് പറയാം. ആസിഫ് അലി, കൈലാഷ്, അർച്ചന കവി, റിമ കല്ലിങ്കൽ തുടങ്ങിയവരെല്ലാമായിരുന്നു ചിത്രത്തിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ഈ ചിത്രത്തിലും മമ്മൂട്ടിയായിരുന്നു അവർ ബിസിനസ് തന്ത്രമായി ഉപയോഗിച്ചിരുന്നത്. നേരത്തെ പറഞ്ഞ 18-ാം പടിയിൽ നിന്നും വ്യത്യസ്തമായി മമ്മൂട്ടി റിയൽ ലൈഫിലെ മമ്മൂട്ടി എന്ന നടനായി തന്നെയാണ് ഈ ചിത്രത്തിലേക്കും വന്നിരുന്നത്. മമ്മൂട്ടിയെ കൂടാതെ മുകേഷ്, ജോണി ആന്റണി തുടങ്ങി സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മറ്റു ചിലരും സിനിമയിൽ അതേ പേരിൽ തന്നെ വന്നിട്ടുമുണ്ട്. സോ കൂതറയും 18-ാം പടിയുമെല്ലാം തരക്കേടില്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ചിത്രമാണ് എങ്കിൽ കൂടി ഒട്ടും കണ്ടിരിക്കാൻ പറ്റാത്ത, സഹിക്കാൻ പറ്റാത്ത ഇത്തരമൊരു ചിത്രത്തിലേക്ക് മമ്മൂട്ടിയെ കൊണ്ടുവന്നിട്ടുള്ളത് മമ്മൂട്ടിയുടെ ചിത്രവും മറ്റും ഉൾപ്പെടുത്തി പോസ്റ്ററും മറ്റും അടിച്ച് അങ്ങനെയെങ്കിലും 10 പേര് തിയേറ്ററിലേക്ക് കയറിക്കൊള്ളട്ടെ എന്ന് കരുതിയിട്ടാണെന്നത് 100% ഉറപ്പാണ്. 4 വൺ വേ ടിക്കറ്റ്. മമ്മൂട്ടിയായി തന്നെ വേഷമിട്ട മറ്റൊരു ചിത്രമായിരുന്നു ഇത്. 2008 പുറത്തു വന്നിട്ടുള്ള ഈ ചിത്രം ബിപിൻ പ്രഭാകർ ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. പൃഥ്വിരാജ് ആയിരുന്നു ചിത്രത്തിലെ നായകനായി വന്നിരുന്നത്. ഈ ഒരു സമയത്ത് തന്നെ പൃഥ്വിരാജ് ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിക്കുകയും മികച്ച ഒരു നടൻ തന്നെയാണ് താനെന്ന കഴിവ് തെളിയിക്കുകയും അതുകൊണ്ട് തന്നെ പൃഥ്വിരാജ് ചിത്രങ്ങൾക്ക് പ്രേക്ഷകർ കാത്തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ആ സമയത്ത് വരെ ഇറങ്ങിയിട്ടുള്ള പൃഥ്വിരാജ് ചിത്രങ്ങളിൽ നിന്നും വൺ വേ ടിക്കറ്റ് എന്ന ഈ ഒരു ചിത്രത്തിന് ഒരു പടി മുകളിലെങ്കിലും ഹൈപ്പ് കിട്ടാൻ കാരണമായിട്ടുള്ളത് തീർച്ചയായിട്ടും ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ കൂടെ മമ്മൂട്ടി കൂടി വരുന്നുണ്ട് എന്നൊരു കാരണം കൊണ്ട് തന്നെയാണ്. 5 മോഹൻലാൽ. സാജിദ് യഹിയ കഥയും സംവിധാനവും ചെയ്ത് 2018 പുറത്തു വന്നിട്ടുള്ള ഈ ചിത്രവും ഇതുപോലെ ഒരു കടുത്ത സിനിമാ സ്റ്റാർ ആരാധകന്റെ കഥ പറഞ്ഞു വന്ന ചിത്രമായിരുന്നു. വൺ വേ ടിക്കറ്റിൽ ആ സിനിമാ സൂപ്പർ താരമായി വന്നിരുന്നത് മമ്മൂട്ടിയായിരുന്നുവെങ്കിൽ ഇവിടെ മോഹൻലാൽ ആയിരുന്നുവെന്ന് മാത്രം. മീനുക്കുട്ടി എന്ന ആ കടുത്ത മോഹൻലാൽ ആരാധികയെ അവതരിപ്പിച്ചിരുന്നത് മഞ്ജു വാര്യർ ആയിരുന്നു. എന്നാൽ ഈ ചിത്രത്തിൽ മോഹൻലാലിന്റെ അഭിനയമൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പകരം മോഹൻലാൽ എന്ന ആ ഒരു ക്യാരക്ടറിന്റെ പേര് തന്നെ കൊടുത്തുകൊണ്ട് സിനിമയിലുടനീളം മോഹൻലാൽ എന്ന ആ ഒരു ക്യാരക്ടറിന്റെ പേര് എടുത്തെടുത്ത് പറഞ്ഞ് ബൂസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൂടാതെ സിനിമയിലുടനീളം പല മോഹൻലാൽ സിനിമകളുടെ റെഫറൻസുകൾ കൊടുത്തുകൊണ്ടും പല മോഹൻലാൽ സിനിമകളുടെയും സീനുകൾ കാണിച്ചുകൊണ്ടും സിനിമയിലെ താരങ്ങൾക്കുൾപ്പെടെ മോഹൻലാൽ സിനിമയിലെ കഥാപാത്രങ്ങളുടെ പേര് തന്നെ കൊടുത്തുകൊണ്ടുമെല്ലാം സിനിമയിലുടനീളം ഇങ്ങനെ മോഹൻലാൽ എന്ന ആ ഒരു നടനെ ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ ഈ ചിത്രത്തിനായി പ്രത്യേകിച്ച് മോഹൻലാൽ അഭിനയിക്കുന്നില്ലെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ സൂപ്പർ സ്റ്റാർ വാല്യൂ ഉള്ള പേരാണ് ഇവിടെ അവർ ബുദ്ധിപരമായി ഉപയോഗിച്ചിരുന്നത്. ഇതുപോലെ തന്നെ ക്യാമിയോ റോളിലൊന്നും വരുന്നില്ലെങ്കിൽ കൂടി മറ്റൊരു സൂപ്പർ സ്റ്റാറിന്റെ പേരിൽ പുറത്തിറക്കാൻ ശ്രമിച്ച ചിത്രമായിരുന്നു പോക്കിരി സൈമൺ. തളപതി എന്നറിയപ്പെടുന്ന തമിഴിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള വിജയിയാണ് സണ്ണി വെയിൻ നായകനായി വന്നിട്ടുള്ള ഈ ചിത്രത്തിലൂടെ അവർ തന്ത്രപരമായി ഉപയോഗിച്ചിരുന്നത്. പോക്കിരി സൈമൺ എന്ന ഈ ചിത്രത്തിന്റെ ടാഗ് ലൈൻ തന്നെ ഒരു കടുത്ത ആരാധകൻ എന്നായിരുന്നു. മോഹൻലാൽ എന്ന ചിത്രത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ പല വിജയ് സിനിമകളുടെ റെഫറൻസുകൾ കൊടുത്തുകൊണ്ടും വിജയുടെ പല സിനിമകളുടെ സീനുകൾ കാണിച്ചുകൊണ്ടുമെല്ലാമാണ് ഈ ചിത്രം മുന്നോട്ട് കൊണ്ടുപോകാനായി ശ്രമിച്ചിരുന്നത്. എന്നിരുന്നാൽ കൂടി മോഹൻലാൽ എന്ന ചിത്രത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു ബിലോ ആവറേജ് ചിത്രം മാത്രമായിട്ടാണ് ഈ ചിത്രവും അവശേഷിച്ചത്. ഞാൻ ഈ പറഞ്ഞ ചിത്രങ്ങളെല്ലാം തന്നെ ഇതുവരെ പറഞ്ഞിട്ടുള്ള 6 ചിത്രങ്ങളിലും ഇത്തരത്തിൽ പല സൂപ്പർ സ്റ്റാറുകളുടെ പേരുകൾ ഉൾപ്പെടുത്താനും അല്ലെങ്കിൽ അവരുടെ ക്യാമിയോ കൊണ്ടും മറ്റും അവരെ പോസ്റ്ററുകളിലും ട്രെയിലറുകളിലുമെല്ലാം ഉൾപ്പെടുത്തി അവരുടെ പേരിൽ പ്രമോഷൻ ചെയ്ത് ചിത്രം വിജയിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള ചിത്രങ്ങളെല്ലാം തന്നെ ആവറേജ് ആയോ ബിലോ ആവറേജ് ആയോ അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ ആയോ മാറുകയോ എല്ലാമാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇനി പറയാൻ പോകുന്ന 3 ചിത്രങ്ങൾ ഇതിൽ നിന്നും വ്യത്യസ്തമായി ക്യാമിയോ റോളിൽ വന്ന് വിജയിച്ചിട്ടുള്ള ചിത്രങ്ങളാണ്. അതിലൊന്നാമത്തത് കഥ പറയുമ്പോൾ 2007 എം മോഹനൻ സംവിധാനം ചെയ്ത് പുറത്തു വന്നിട്ടുള്ള ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരുന്നത് ശ്രീനിവാസനായിരുന്നു. 90കളിലും മറ്റുമുള്ള ശ്രീനിവാസൻ തിരക്കഥ പോലെ കാച്ചി കുറുക്കിയെടുത്തിട്ടുള്ള തിരക്കഥയായിരുന്നു ചിത്രത്തിൻ്റെത്. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത് ശ്രീനിവാസന്റെ തിരക്കഥയാണെന്നതിൽ തർക്കമൊന്നുമില്ല. സോ അത്തരമൊരു തിരക്കഥ കിട്ടുകയാണെങ്കിൽ അതിൽ ഏത് നടൻ അഭിനയിച്ചാലും ഏത് നടി അഭിനയിച്ചാലും ചിത്രം വിജയിക്കുക തന്നെ ചെയ്യും. എന്നിരുന്നാലും ഈ ചിത്രം ഇത്രയും വലിയ വിജയമാകാൻ പ്രധാന കാരണമായതിൽ വലിയൊരു പങ്ക് വഹിച്ചത് ചിത്രത്തിൽ ഒരു ഗസ്റ്റ് റോളിൽ വന്നു പോയിട്ടുള്ള മമ്മൂട്ടിയാണ്. ചിത്രത്തിൽ ശ്രീനിവാസനാണ് ലീഡിംഗ് റോളിൽ അഭിനയിച്ചിരുന്നതെങ്കിലും മമ്മൂട്ടിയും ചിത്രത്തിൽ തുല്യ പ്രാധാന്യമുള്ള ഒരു റോൾ ചെയ്തിരുന്നു. ചിത്രത്തിന്റെ ക്ലൈമാക്സിലും മറ്റും മമ്മൂട്ടിയുടെ ആ ഒരു ക്യാരക്ടർ വഹിക്കുന്ന പങ്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. എന്നിരുന്നാൽ കൂടി
മൊത്തം ചിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ആകെ 4-5 സീനുകളിൽ മാത്രമായിരുന്നു ഈ ഒരു ക്യാരക്ടർ വന്നിരുന്നത്. ഒന്ന് മമ്മൂട്ടിയുടെ ആ ഒരു ക്യാരക്ടറിന്റെ ഇൻട്രോ സീനിലും, പിന്നീട് അദ്ദേഹത്തെ ക്ഷണിക്കാനായി സ്കൂളിൽ നിന്നും അധ്യാപകരും മറ്റും വരുന്ന സീനിലും, പിന്നെയുള്ള 2 രംഗങ്ങളിൽ ക്ലൈമാക്സിലുള്ള ആ 2 രംഗങ്ങളിലും ഒരു പാട്ട് സീനിലുമാണ് ഈ ഒരു ക്യാരക്ടർ വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ മൊത്തം ചിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ അതിലൊരു 10-20% സീനുകളിൽ മാത്രമാണ് മമ്മൂട്ടി എന്ന നടൻ വന്നിരുന്നത്. സോ ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോൾ, ഒരു വലിയ ഗസ്റ്റ് റോൾ ആണ് അദ്ദേഹം ചെയ്തിരുന്നത് എന്ന് പറയാം. സോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ ചിത്രത്തിന്റെ തിരക്കഥ കൊണ്ടാണ് ചിത്രം വിജയിച്ചതെന്ന്. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്കും ശ്രീനിവാസനുമെല്ലാം പകരം മറ്റാരെങ്കിലുമെല്ലാം ചിത്രത്തിൽ വന്നിരുന്നുവെങ്കിൽ കൂടി ചിത്രം വിജയിച്ചേനെ. എന്നിരുന്നാലും ആദ്യ ദിവസങ്ങളിലും മറ്റും തിയേറ്ററുകളിലേക്ക് ആളുകൾ കയറാൻ തുടങ്ങിയത്, ആളുകൾ ഈ ചിത്രത്തിനായി പ്രതീക്ഷ വെക്കാൻ തുടങ്ങുന്നത് ശ്രീനിവാസന്റെ തിരക്കഥയോടൊപ്പം തന്നെ പോസ്റ്ററുകളിലൂടെയും മറ്റും നമ്മൾ കണ്ടുകൊണ്ടിരുന്ന മമ്മൂട്ടി എന്ന നടൻ ഈ ചിത്രത്തിൽ ഉണ്ട് എന്നതുകൂടി കൊണ്ടാണ്. 8 പറവ 2017 സൗബിൻ ഷഹീർ സംവിധാനം ചെയ്ത് പുറത്തു വന്നിരുന്ന ഈ ചിത്രം മലയാളത്തിലെ മികച്ച ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഈ ചിത്രത്തിൽ ക്യാമിയോ റോളിൽ വന്നിരുന്നത് ദുൽഖർ സൽമാൻ ആയിരുന്നു. മറ്റു പല ചിത്രങ്ങളിലെയും പോലെ 1-2 ചെറിയ സീനുകളിൽ വരികയല്ല, പകരം കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ വളരെ പ്രാധാന്യമുള്ള ഒരു വലിയ റോൾ തന്നെയാണ് അദ്ദേഹം ചെയ്തിരുന്നത്. എന്നിരുന്നാലും മൊത്തം ചിത്രം എടുത്തു നോക്കുന്ന സമയത്ത് പകുതിയോടടുക്കുന്ന സമയത്തോ മറ്റോ വരുന്ന ഈ ഒരു ക്യാരക്ടർ വളരെ വേഗത്തിൽ തന്നെ മരണപ്പെട്ടു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് രംഗങ്ങളിൽ മാത്രമേ ഈ ഒരു ക്യാരക്ടറിനെ നമ്മൾ കണ്ടിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ചിത്രത്തിലെ നായകന്മാരായി നമ്മൾ കണക്കാക്കിയിരുന്നത് ചിത്രത്തിൽ ഉടനീളം വന്നു പോകുന്ന ഈ കുട്ടികളായിരിക്കും. എന്നിരുന്നാലും ചിത്രം കണ്ടിറങ്ങുന്ന പ്രേക്ഷകരുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ തങ്ങി നിൽക്കുന്നത് ഒരുപക്ഷെ ദുൽഖർ സൽമാൻ തന്നെയായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിത്രം മൊത്തം എടുത്ത് നോക്കുന്ന സമയത്ത് വളരെ കുറച്ച് രംഗങ്ങളിൽ മാത്രമേ അദ്ദേഹം വന്നിട്ടുള്ളൂവെങ്കിൽ കൂടി പറവ എന്ന ചിത്രത്തെക്കുറിച്ചൊന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായി കാണാൻ സാധിക്കുന്നത് ദുൽഖർ സൽമാന്റെ ചിത്രങ്ങൾ വെച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളായിരിക്കും. സോ കഥ പറയുമ്പോളിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും. ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളിൽ വരുന്ന ഒരാളെ വെച്ചുകൊണ്ടാണ് ചിത്രത്തിന് ഹൈപ്പ് കൂട്ടാനും ചിത്രത്തെക്കുറിച്ച് പ്രേക്ഷകർക്കുള്ള പ്രതീക്ഷ കൂട്ടാനും സംവിധായകനും പ്രൊഡ്യൂസേഴ്സും എല്ലാം ശ്രമിച്ചിരുന്നത്. അവസാനത്തേത് എബ്രഹാം ഓസ്ലർ. ഈ ചിത്രത്തിന്റെ കാര്യം ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള എല്ലാ ചിത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. കാര്യം ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള എല്ലാ ചിത്രങ്ങളുടെ കാര്യത്തിലും ചിത്രം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ആ ഒരു സൂപ്പർ സ്റ്റാറിനെയും മറ്റും ചിത്രം ഉൾപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അയാളുടെ പേര് പറഞ്ഞുകൊണ്ട് ചിത്രത്തിന്റെ ഹൈപ്പ് കൂട്ടാനും അതിലൂടെ തിയേറ്ററുകളിലേക്ക് ആളെ കൊണ്ടുവരാനും അതിലൂടെ സാമ്പത്തികമായി വിജയം നേടാനുമാണ് അവർ ശ്രമിച്ചിരുന്നത്. എന്നാൽ ഈ ചിത്രത്തിന്റെ കാര്യത്തിൽ ചിത്രം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ചിത്രത്തിൽ മമ്മൂട്ടി എന്ന സൂപ്പർ സ്റ്റാർ ഉണ്ടായിരുന്നു എന്നൊരു കാര്യം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തറിയാതിരിക്കാനായി മാക്സിമം ശ്രമിച്ചിരുന്നു. അതൊരു സസ്പെൻസായി തന്നെ നിലനിർത്താനാണ് അവർ ശ്രദ്ധിച്ചിരുന്നത്. എന്നാൽ ചിത്രം ഇറങ്ങിയതിനു ശേഷം കളി മാറി. കാരണം മിഥുൻ മാനുവൽ തോമസ് 5-ാം പാതിരയ്ക്ക് ശേഷം സംവിധാനം ചെയ്ത് പുറത്തു വരുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ചിത്രം എന്നതുകൊണ്ട് ചിത്രത്തിന് ഒരുപാട് ഹൈപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ ചിത്രം ഇറങ്ങിയതിനു ശേഷം 5-ാം പാതിരയുമായിട്ട് കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ മലയാളത്തിലെ ഒരു നല്ല ഇൻവെസ്റ്റിഗേഷൻ ചിത്രമായി കണക്കാക്കാനോ എബ്രഹാം ഓസ്ലറിനെ കഴിഞ്ഞിരുന്നില്ല. അതുവരെ നമ്മൾ കണ്ടുവന്നിരുന്ന ഇൻവെസ്റ്റിഗേഷൻ ചിത്രങ്ങളിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ മറ്റു യാതൊരു പുതുമയും ഇല്ലാത്ത രീതിയിൽ, ത്രില്ലടിപ്പിക്കുന്ന ഗംഭീര സീനുകളൊന്നും ഇല്ലാത്ത രീതിയിലായിരുന്നു ചിത്രം വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രം ഇറങ്ങിയതിനു ശേഷം ചിത്രത്തിൽ മമ്മൂട്ടി ഉണ്ടായിരുന്നു എന്നതായിരുന്നു പിന്നീട് വന്നിരുന്ന പ്രേക്ഷകരെ സിനിമ കാണാനായി പ്രേരിപ്പിച്ചിരുന്ന വലിയൊരു ഘടകം. ചിത്രത്തിൽ മമ്മൂട്ടി അലക്സാണ്ടർ എന്ന വില്ലൻ റോളിൽ വരുന്നുണ്ട്. മമ്മൂട്ടിയുടെ രംഗങ്ങൾ മാത്രമാണ് ഒരു പരിധിവരെ കയ്യടി നേടുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഫസ്റ്റ് ഷോയ്ക്ക് ശേഷം പുറത്തു വന്നപ്പോഴാണ് തുടർന്ന് വന്നിരുന്ന പ്രേക്ഷകർക്ക് ചിത്രം കാണാനായിട്ടുള്ള പ്രതീക്ഷ നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ മമ്മൂട്ടിയെ വെച്ചുള്ള പോസ്റ്ററുകളെല്ലാം പുറത്തുവിടാനും മമ്മൂട്ടിയെ വെച്ചുള്ള ചിത്രത്തിന്റെ പ്രമോഷനും മറ്റും ഉൾപ്പെടുത്താനുമെല്ലാം ശ്രമിച്ചുകൊണ്ട് ചിത്രത്തിൽ മമ്മൂട്ടിയുണ്ട്, ചിത്രത്തിൽ മമ്മൂട്ടി ഗംഭീര ഒരു വേഷം ചെയ്യുന്നുണ്ട് എന്നെല്ലാം കാണിച്ചുകൊണ്ട് പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കാനുമാണ് പിന്നീട് അതിന്റെ അണിയറ പ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. സോ ഇത്തരത്തിൽ ചിത്രം ഇറങ്ങുന്നത് വരെ ആ ഒരു നടന്റെ കാര്യം പുറത്ത് വിട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ കൂടി, ആ ഒരു നടന്റെ കാര്യം ബിസിനസ് തന്ത്രം എന്ന പോലെ അവർ ഉപയോഗിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ കൂടി, ചിത്രം ഇറങ്ങിയതിനു ശേഷം പിന്നീട് ചിത്രം സാമ്പത്തികമായി വിജയിക്കണമായിരുന്നുവെങ്കിൽ ആ ഒരു നടന്റെ പേര് ഉൾപ്പെടുത്താതിരിക്കാൻ കഴിയില്ല, ആ നടന്റെ പോസ്റ്റർ ഉൾപ്പെടുത്താതിരിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്കാണ് എബ്രഹാം ഓസ്ലറിന്റെ അണിയറ പ്രവർത്തകർ പോയിക്കൊണ്ടിരുന്നത്. സോ ദാറ്റ് ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്. ഇതുപോലെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്ന കണ്ടന്റുകളും തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാവുന്നതാണ്. വരും വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.